പണ്ട് കൈലാസത്തിൽ ഭഗവാൻ മഹാദേവൻ പ്രശാന്തനായിരിക്കുന്ന സമയം അവിടേക്ക് ഒരു നായ ഓടിയെത്തി. ആ നായയുടെ കണ്ണുകളിൽ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അല്ലയോ മഹാദേവ, അങ്ങ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. മനുഷ്യർക്ക് മാത്രമേ അങ്ങയുടെ മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കാനും അങ്ങയുടെ അനുഗ്രഹം അനുഭവിച്ചറിയാനും സാധിക്കുകയുള്ളൂ. എന്നെ പോലെയുള്ള അങ്ങയെ സ്നേഹിക്കുന്ന നിഷ്കളങ്കരായ മറ്റ് ജീവികൾക്ക് അതിന് കഴിയുകയില്ലേ? നായ വിഷമത്തോടെ മഹാദേവനോട് ചോദിച്ചു. നായയുടെ ചോദ്യം കേട്ടപ്പോൾ ഭഗവാൻ ശിവന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം നായയെ അനുഗ്രഹിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നീ വിഷമിക്കേണ്ട. നീ ഉടൻ തന്നെ ഭൂമിയിൽ മഹത്തായ യാഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോവുക. അവിടെ നടക്കുന്ന വേദമന്ത്രങ്ങളും അനുഷ്ഠാനങ്ങളും ശ്രദ്ധയോടെ കേൾക്കുക. നിന്റെ ആഗ്രഹം സഫലമാകും. മഹാദേവന്റെ വാക്കുകൾ ശിരസാ വഹിച്ച നായ സന്തോഷത്തോടെ യാത്രയായി. അങ്ങനെയിരിക്കെ അവൻ ദക്ഷ പ്രജാപതി എന്ന ശക്തനായ രാജാവ് നടത്തുന്ന വലിയൊരു യാഗശാലയുടെ അടുത്തെത്തി. അന്തരീക്ഷം മുഴുവൻ മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായിരുന്നു. നായ പതുങ്ങി പതുങ്ങി യാഗശാലയുടെ വേദിയോട് അടുത്തപ്പോൾ യാഗത്തിന് നേതൃത്വം നൽകിയിരുന്ന ദക്ഷൻ ആ കാഴ്ച കണ്ടു. ഒരു നായ പുണ്യസ്ഥലത്തേക്ക് വരുന്നു. ദക്ഷൻ ക്രോധം കൊണ്ട് വിറച്ചു. ഈ യാഗശാല അശുദ്ധമാക്കാൻ വന്ന ദുഷ്ടജീവിയെ എന്ന് അലറിക്കൊണ്ട് ദക്ഷൻ ആ പാവം നായയെ കഠിനമായി അടിക്കുകയും ദേഷ്യത്തോടെ ഓടിച്ചു കളയുകയും ചെയ്തു. ദക്ഷന്റെ ഈ ക്രൂരമായ പ്രവൃത്തിയെല്ലാം കണ്ടുകൊണ്ട് നിന്ന മഹാദേവനെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ അയച്ച ഒരു നിഷ്കളങ്ക ജീവിയോടുള്ള ഈ അനീതി സഹിക്കാൻ മഹാദേവന് കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്നൊരു ഘോരമായ ശബ്ദത്തോടെ മഹാദേവൻ ദക്ഷന്റെ മുന്നിൽ പ്രത്യക്ഷനായി. മഹാദേവൻ ദേഷ്യത്തോടെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ പറഞ്ഞു, ദക്ഷ, നിന്റെ അഹങ്കാരവും ഈ ക്രൂരതയും കാരണം നീ നടത്തുന്ന ഈ മഹത്തായ യാഗം ഒരു ഫലവും കൂടാതെ പോകും. എന്റെ ആശ്രിതനെ വേദനിപ്പിച്ചതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു നായ കാരണമുണ്ടായ അപമാനവും യാഗത്തിന് വന്ന തടസ്സവും അതിലുപരി ഭഗവാൻ ശിവന്റെ മുന്നിൽ നേരിട്ട വെല്ലുവിളിയും ദക്ഷന് സഹിക്കാനായില്ല. ദേഷ്യവും അഹങ്കാരവും കൊണ്ട് നിറഞ്ഞ ദക്ഷൻ മഹാദേവനുമായി ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുത്തു. ശിവപുരാണങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും വലുതായി തന്നെ ആശ്രയിച്ച ഒരു നിസ്സാര ജീവിക്ക് വേണ്ടി യുദ്ധം ചെയ്തത് സാക്ഷാൽ പരമശിവനായിരുന്നു. ഈ സംഭവത്തിന് ശേഷമാണ് ആ വിശ്വസ്തനായ നായിക്ക് ശിവാനുഗ്രഹം ലഭിച്ചത്. പിന്നീട് അവൻ ഭഗവാൻ ശിവന്റെ ഉഗ്രരൂപമായ കാൽഭൈരവന്റെ വിശ്വസ്തനായ വാഹനമായി മാറി. മഹാദേവന്റെ അനുഗ്രഹത്തിന് വിശ്വാസവും സ്നേഹവുമാണ് പ്രധാനമെന്നും അവിടുന്ന് തന്റെ ആശ്രിതരെ ഒരിക്കലും കൈവിടില്ലെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ മനസ്സിലെ സ്നേഹവും സത്യസന്ധമായ വിശ്വാസവുമാണ്. വലിയ നിയമങ്ങളോ ആളുകൾക്കിടയിലെ വ്യത്യാസങ്ങളോ പുറമെയുള്ള പദവികളോ ഒന്നും ഭക്തിക്ക് ഒരു വിഷയമല്ല. സത്യസന്ധമായി ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്ന് മഹാദേവൻ കാണിച്ചു തന്നു. കൂടാതെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന അഹങ്കാരം എപ്പോഴും പരാജയപ്പെടുമെന്നും കരുണയും വിനയവുമാണ് വേണ്ടതെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹർ ഹർ മഹാദേവ്.